വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ കുക്കിങ്ങിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ ഒരു കുക്കിംഗ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വെച്ചൊരു ഐറ്റം ചെയ്യാൻ പോവാണ്. എന്താണെന്നൊരു ഗസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. വെറും ചിക്കൻ കറിയല്ല, ബട്ടർ ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ചിക്കൻ്റെ ഐറ്റത്തിന് എന്തായാലും ചിക്കൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ട് നമ്മൾ അത് മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇട്ട് ഒരു 10 മിനിറ്റ്സ് മുക്കി വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ 10 മിനിറ്റ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാ വെള്ളത്തിലൂടെ കഴുകിയിട്ട് അതൊരു ബൗളിലിട്ടിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് എല്ലാം മാരിനേറ്റ് ചെയ്യാനായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ തക്കാളിയും പിന്നെ മല്ലിയിലയും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്തില്ല. നമുക്ക് കിട്ടുന്ന സമയം ബാക്കി പണിയെല്ലാം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് വെക്കണേ. അപ്പോഴത്തേക്ക് 15 മിനിറ്റായി. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ചെറിയ മഞ്ഞ കളറൊക്കെ വരുന്നവരെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അത്ര ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കളയല്ലോ കേട്ടോ. അതിനകത്ത് തന്നെ നമ്മൾ ഒരു 2 സവാള കട്ട് ചെയ്തത് നമ്മൾ അതിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് സവാള വരുന്ന സമയത്ത് ഒരു പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ ബട്ടർ ഇല്ലാതൊരു കളിയില്ലല്ലോ. അപ്പോൾ നല്ലപോലെ ബട്ടർ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി മഴ പെയ്യാൻ തുടങ്ങി. മഴയത്താണ് ഈ കുക്കിംഗ് അല്ല. അപ്പോൾ എന്നിട്ടത് കുറച്ച് വേവിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളി, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ്സ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അവിടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയൊന്നും ഇടണ്ട കേട്ടോ. വേണമെങ്കിൽ ഇതിനകത്ത് ഗാർലിക് പേസ്റ്റും പിന്നെ പഞ്ചസാരയൊക്കെ ഇടാവുന്നതാണ്, ഓപ്ഷണലാണ്, ഞങ്ങൾ ഇട്ടിട്ടില്ല. പിന്നെ ഇതെല്ലാം തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ച് ഈ പരുവത്തിലെ പേസ്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ പകുതി നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ആ സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇല്ലേ അതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും കൂടെ കുറച്ച് വിതറിയിടാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാനിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാം. അപ്പം ഞാനിവിടെ അമ്മയെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് ചുട്ട് അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്തേക്കൂടെ, അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു.